ഈ കാര്യങ്ങൾ അന്വേഷിക്കാനും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനും ഏൽപ്പിക്കുന്നത് മോഷ്ടിച്ച കള്ളനെ തന്നെ അന്വേഷണത്തിന് ഉത്തരവാദിത്തപ്പെടുത്തുന്നത് പോലെ ഗുരുതരമാണ്. ഇത് ലാഘവത്തോടെ കാണാൻ ശ്രമിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ പറയുന്നു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, ഇവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ശബരിമല ദ്വാരപാലക ശില്പം അവിടുന്ന് ഇളക്കിക്കൊണ്ടുപോകാന് അവിടുത്തെ ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ദേവസ്വം സെക്രട്ടറി, അവിടുത്തെ പോലീസ് അയ്യപ്പന്മാര് ഇവരൊന്നും ഇല്ലാതെ അത് അവിടുന്ന് ഒരിക്കലും അഴിച്ചു മാറ്റാൻ കഴിയില്ല. അപ്പോൾ അവിടെ എല്ലാവരും നോക്കുകുത്തികളായിട്ട്, അതായത് വായിൽ പഴം തിരികിയ പോലെയുള്ള നിൽപ്പാണോ നിന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലുള്ള ഡ്രൈവർമാരെയാണ് നമ്മുടെ ഗണേഷ് കുമാർ പിന്നെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം ശരിക്കും പറഞ്ഞാൽ ശബരിമലയത്തെ സ്വർണ്ണപ്പാടികൾ ദ്വാരപാലക ശില്പം കാണാനില്ല, അത് എവിടെ പോയി, അതിന് ഒരു അന്തമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്താക്കാർ പറഞ്ഞത്. വാർത്താക്കാർ പറയുന്നത് മാത്രമല്ല, ഓരോ വിശ്വാസികളും, അത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ ഒന്നൊന്നില്ല, അവിടെ വിശ്വാസികൾക്കാണ് പ്രധാനം. അത് നമ്മളിതിന് മുന്നേ വാർത്താക്കാരും പറഞ്ഞാണ് ഇതൊക്കെ എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ എൻ്റേതായ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിക്ക് വേറെ ഒരാളുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇനിയിപ്പോൾ അത് മുഖ്യമന്ത്രി ആവാം, അല്ല മുഖ്യമന്ത്രിയുടെ താഴെയുള്ള ആൾക്കാരാവാം, അവിടെ നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ട പോലെ അതിന് അനുസരിച്ചിട്ടുള്ള ബന്ധത്തിലുള്ള ആൾക്കാരാവാം, ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനി വേറൊരു കാര്യം പറയാം, ഇത്രയും ദിവസങ്ങളായിട്ട് ഇപ്പോൾ പോലീസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെ മർദ്ദന മുറകളെ കുറിച്ചിട്ട് വാർത്താക്കാർ നമ്മൾ CCTV ഫുട്ടേജുകളിലെല്ലാം കണ്ടതാണ്. അതിനെതിരെ അതിനെ അനുസരിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വാ തുറന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? അയാൾ തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, ഈ ശബരിമല ദ്വാരപാലക ശില്പം അവിടുന്ന് ഇളക്കിക്കൊണ്ടുപോകാന് അവിടുത്തെ ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ദേവസ്വം സെക്രട്ടറി, അവിടുത്തെ പോലീസ് അയ്യപ്പന്മാർ ഇവരൊന്നും ഇല്ലാതെ അത് അവിടുന്ന് ഒരിക്കലും അഴിച്ചു മാറ്റാൻ കഴിയില്ല. അപ്പോൾ അവിടെ എല്ലാവരും നോക്കുകുത്തികളായിട്ട്, അതായത് വായിൽ പഴം തിരികിയ പോലെയുള്ള നിൽപ്പാണോ നിന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭാഗ്യം അയ്യപ്പൻ്റെ വിഗ്രഹം കൊണ്ടുവന്ന് നന്നായി. ഇനി ഒരു സംശയം കൂടി ചോദിക്കുകയാണ്, ചിലപ്പോൾ അവിടെ അയ്യപ്പൻ്റെ വിഗ്രഹം എന്നുള്ളത് വെറും ചിലപ്പോൾ ചെമ്പ് തന്നെയായിരിക്കും. കാരണം അത് സ്വർണത്തിൻ്റെ ഒരു വിഗ്രഹമാണ് എന്നാണ് കേട്ടുകേൾവിട്ടോ. ഇനിയിപ്പോൾ അതിന് വല്ല മാറ്റം വന്നോ എന്നറിയില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ശരിക്കും അധികാരികളാക്കിയിട്ട് ജനങ്ങളുടെ ആവശ്യത്തിനും ക്ഷേമത്തിനും ഒക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അവിടുന്ന് ശബരിമലയിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുക? ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ആന്ധ്രയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു, ജയറാമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. ഓരോ സ്ഥലത്ത് പോയിട്ടും ഇതിനെതിരെ പൈസ പിരിക്കുന്നു എന്നാണ് പറയണേ. അത് കോടികളുടെ പിരിവാണ് നടത്തിയത് അയ്യപ്പൻ്റെ പേരിൽ. അവിടെ ഒരു വിശ്വാസി എന്ന് പറഞ്ഞത് അത് വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണ് അവിടെ പൈസ ഇടാറ്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഈ വിശ്വാസത്തെയാണല്ലോ ഈ സർക്കാർ കട്ടുതൊലച്ചത്. അപ്പോൾ പറയാനുള്ളത് നമുക്ക് പറയാതിരിക്കാനും വയ്യ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തി തന്നെയുണ്ട് തീർച്ചയായിട്ടും. അത് ഇപ്പം അടുത്ത് എന്തായാലും വരും. പിന്നെ മുഖ്യമന്ത്രി പറയാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ഇതിൽ ഇയാൾക്കും പങ്കുണ്ടാവും.
മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടായിരിക്കാം. അതല്ലേ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു 100 രൂപ ഉണ്ട് കരുതാം. ആ 100 രൂപ ഞാൻ എടുത്താലേ എനിക്ക് പേടി ഉണ്ടാവുള്ളൂ. അതിൻ്റെ അടുത്ത് ചോദ്യം വരും, അത് നീ എടുത്തോ. അവിടെ വേറെ ആരും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അത് കാണാതായി കഴിഞ്ഞാൽ അത് ചോദിക്കും തീർച്ചയായിട്ടും. ആ ചോദ്യം നമ്മളെ ഭയപ്പെടുത്തും. കാരണം മടിയിൽ കനമുണ്ടെങ്കിലേ നമുക്ക് പേടിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തിനാ പേടി? നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് എന്താണ് ഇത്ര ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയാൻ ഇത്ര ഒരു അമാന്തം മൗനം എന്താണ്? പക്ഷെ അതൊക്കെ നിങ്ങളെ നാടകമാണ്. ശരിക്കും പറഞ്ഞാൽ നാടകത്തിൻ്റെ അങ്ങേ തലയാണ്. അതൊക്കെ ഒരിക്കലും തീർച്ചയായിട്ടും പുറത്ത് വരും, എവിടേക്കും പോവില്ല. അതൊക്കെ അയ്യപ്പൻ തന്നെ കൊണ്ടുവരും. അയ്യപ്പൻ്റെ എന്ത് സാധനം നിങ്ങൾ അടിച്ചു മാറ്റിയോ, കാരണം കാരണത്തിൻ്റെ കാര്യമൊന്നും പറയില്ല, അതൊക്കെ തന്നെ പുറത്ത് വരും. അത് ജനങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തിയൊന്നും ആവില്ല, അല്ലെങ്കിൽ ഈ വാർത്താക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി ആവില്ല. പിന്നെ അത് മാത്രമല്ലേ, ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ റിനി ജോർജ് ചെറിയൊരു പരാതി കൊടുത്തതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ ഉണ്ടായത്. പോലീസ് കേസെടുത്തു, FIR ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അതേമാതിരി കെ ഷൈൻ എന്ന് പറഞ്ഞൊരു MLA എന്താ അറിയില്ല, അവർക്ക് എതിരെ ഭയങ്കര പരാതിയാണ്. സമൂഹത്തിൽ ഇരിക്കാൻ വയ്യ, ഒരു MLA വീട്ടിൽ അനധികൃതമായി കയറി ചെന്ന് പിടിച്ചു, നാട്ടുകാരൊക്കെ പാടെ കൂടി പിടിച്ചു. അങ്ങനെ അതിൻ്റെ പേരിൽ കേസ്, പെട്ടെന്നായിരുന്നു കേസ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നിട്ട് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ചെയ്യാത്തതെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കുറച്ച് മാസമുള്ളൂ, നമുക്ക് മാറി ചിന്തിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു മാറ്റത്തിലൂടെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അത് ആരാണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എന്തായാലും BJP എന്തായാലും വേണ്ട, തീർച്ചയായിട്ടും BJP വേണ്ട. ഒന്നുകിൽ ഏറ്റവും നല്ലത് കോൺഗ്രസ് തന്നെയാണ്. ഞാനിപ്പോൾ കോൺഗ്രസോ BJPയോ CPMയോ അല്ല, നമുക്ക് ആരും വേണ്ട. ആരും ഇല്ലെങ്കിലും ആളും ഉണ്ടെങ്കിലും നമ്മൾ ജീവിക്കും. കാരണം നമുക്കിപ്പോൾ പണിയെടുക്കുക തന്നെ വേണം. ഇപ്പോൾ ഈ വണ്ടിയുടെ കാര്യമൊന്നും ഇപ്പോൾ നമ്മൾ അധികം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മൾ ജോലി ചെയ്യുന്നതന്നെ വേണം. അല്ലാതെ ഒരാളും 10 രൂപ പോലും തരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൻ്റെ പുതിയ വികസനങ്ങളും ആരോഗ്യവും സാമ്പത്തികവും ജനക്ഷേമവും ഒക്കെ നമുക്കൊന്ന് അടിമുടി മാറ്റേണ്ടതുണ്ട്. അതിന് ഞാൻ പറയുമ്പോൾ VD സതീശൻ പോരാ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യുവതലമുറയായ ഷാഫി പറമ്പിലായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കുറച്ചൊക്കെ ഇംഗ്ലീഷും അതേപോലെ വായിക്കാൻ അറിവും ജനങ്ങളോട് ഒന്ന് പെരുമാറാനുള്ള കഴിവ് ഷാഫി പറമ്പിൽ തന്നെയാണ്. മറ്റുള്ളവരൊക്കെ എന്താ അറിയോ, ഒക്കെ സ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇപ്പോൾ ഇവർ ജനങ്ങളെ സേവിക്കാനൊന്നും അല്ല. എല്ലാ ആൾക്കാരും, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, പിന്നെ CPM ആയിക്കോട്ടെ, എന്തോ ഈ ഭാഗത്ത്, അതായത് നമ്മുടെ മണ്ണാർക്കാട് ആൽത്തറ ജംഗ്ഷനിൻ്റെ അവിടെയിൽ ഭയങ്കര ബ്ലോക്ക്. കാരണം ഈ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടികൾ പോക്കറ്റ് റോഡ് ആയതുകൊണ്ട് അവർ ശ്രദ്ധിക്കാതെ കയറി വരുന്നതും ബൈക്കുകാരുടെ പ്രശ്നവും ഒക്കെ പാടായിട്ട് ആകെ ഇങ്ങോട്ട് എന്താ പറയുക, ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ സാറന്മാർ നിൽക്കണ എന്താ അറിയോ, മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചിട്ടാണ്. അവർ ഹെൽമെറ്റ് ഇല്ല, അതേപോലെ ട്രാഫിക്കിൻ്റെ റൂൾസ് തെറ്റിക്കുക ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോട്ടോ എടുക്കും. അപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ ഇനി അടുത്തത് അതാണ്. അപ്പോൾ നമ്മുടെ ഗണേഷ് കുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗതാഗത മന്ത്രി തന്നെയാണ്. ആദ്യം ആൻ്റണി രാജു ആയിരുന്നു. അയാൾ ശരിക്കും ഒരു പൊട്ടനായിരുന്നു, മണ്ടനായിരുന്നു. അതെ, എന്താ KSRTC വടക്കാഞ്ചേരി വെച്ചിട്ടൊരു ടൂറിസ്റ്റ് ബസ്സുമായിട്ട് ഇടിച്ചിട്ട് അതിനുശേഷം കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് ബസ്സും വെള്ള പെയിൻ്റ് ആക്കിയിരുന്നു. നാണം എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. ഉളുപ്പുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറം ഞാൻ വേറെ പറയണില്ല. അപ്പോൾ
ഈ വെള്ള പെയിന്റ് അടിച്ചിട്ട് എന്നിട്ട് KSRTCയുടെ പെയിന്റ് ഒരു മാറ്റം പറ്റില്ല. KSRTCക്ക് ഭയങ്കര വൃത്തിയാണ്, ഭയങ്കര അച്ചടക്കമാണ്. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ ഭയങ്കര എന്താ പറയുക, പിന്നെ നല്ല രീതിയിലാണ് KSRTC ബസ് കയറുന്ന ആൾക്കാരോട് പെരുമാറുന്നത്. ഇത്രയും നല്ല ഒരു എന്താ പറയുക ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ KSRTC ബസ്സുകളുടെ ഓണേഴ്സ് തന്നെയായിരിക്കും, ഒരു യൂണിയൻ തന്നെയായിരിക്കും. വൃത്തികെട്ട ജന്മങ്ങളാണൊക്കെ, വൃത്തികെട്ട ജന്മങ്ങൾ. കാരണം ഇവർക്ക് ചില സമയത്തൊരു സ്വഭാവമുണ്ട്, അത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂഡ് കൊണ്ട് ഒരൊറ്റ അടിയാവും. അപ്പോൾ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, നമ്മളത് പ്രതീക്ഷിക്കാത്ത സമയത്താവും. പിന്നെ കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേസിന് പോയിക്കോന്നറിയാം. അപ്പോൾ കേസിന് പോയിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനമല്ല, ശരിക്കും നല്ല അടി കൊടുക്കണം. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടോ, KSRTCക്ക് മാനക്കേട് വരുത്താൻ കുറേ തെണ്ടികളായിട്ടുള്ള ചെറ്റകളായിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അവിടെ മണ്ണാർക്കാട് മാത്രമല്ല, പാലക്കാട്, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഇതുപോലുള്ള ഡ്രൈവർമാരെയാണോ ഡ്രൈവർമാരെയാണ് നമ്മുടെ ഗണേഷ് കുമാർ പിന്നെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി പിന്നെ വണ്ടിയുടെ മുന്നിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു ഷോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞു. നമ്മൾ അതിനോട് അങ്ങനെ പറയുന്നില്ല. കാരണം നിങ്ങളൊരു മുഖ്യമന്ത്രിയാണ്, നിങ്ങൾക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. അത് പൊതുസമൂഹത്തിലായിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ലേ. കാരണം ഇവർ ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും നല്ല ആൾക്കാരായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരില്ലല്ലോ അവിടെ. അപ്പോൾ അതും കൂടി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ അതേപോലെ ഈ KSRTC ബസ്സൊക്കെ തട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വാഹനമായിട്ട് തട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്കൊക്കെ എന്താ പറയുക ലൈസൻസ് റദ്ദാക്കുക, അതേപോലെ പെർമിറ്റ് കട്ടാക്കുക, ആ വണ്ടീനെ പിടിച്ച് സ്റ്റേഷനിൽ ഇടുക. പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം അല്ലാതെ ആ ഡ്രൈവർ പിന്നെയും പോവുക. അപ്പോൾ പിന്നെ ഇവർക്ക് എന്ത് എക്സ്പീരിയൻസാണ് റോഡിൽ നിന്ന് കിട്ടുന്നത്? ഞാനതാണ് ചിന്തിക്കണത്. അപ്പോൾ നിങ്ങളൊന്ന് ആ സിസ്റ്റമൊക്കെ ഒന്ന് മാറണം. കാരണം അത് മാറില്ല, തീർച്ചയായിട്ടും അത് മാറാൻ പോവുക തന്നെയാണ്. അപ്പോൾ നിങ്ങളായിട്ട് മാറ്റമൊന്നും വേണ്ട, അത് ജനങ്ങളായിട്ട് തന്നെ മാറ്റും. നമ്മുടെ കാര്യം അങ്ങനെ അത്ര തന്നെ ഉള്ളൂ പറയണതിന്. പിന്നെ ഇപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കരமான തിരക്ക്. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ പെർഫെക്ഷൻ ഇല്ലാണ്ടാണ്. നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്കില്ല് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്ഷമ വേണം. ക്ഷമ കാണിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി നിർത്തി കൊടുക്കാമെന്ന് കരുതാം. ആ നിർത്തി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിൽ ഭയങ്കര ഓണടിയാവും. ഓണടിച്ചിട്ട് ചെവിക്കാലൊക്കെ പൊട്ടും. അപ്പോൾ ഒന്നാമത്തെ ബസ്സുകാരാണ്. കാരണം ബസ്സുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് സമയത്തിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. കാരണം നമുക്ക് അറിയണ കാര്യം തന്നെ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സമയത്തിൻ്റേതായ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് ആ സ്റ്റോപ്പിലും ആ ബസ് സ്റ്റാൻഡിലൊക്കെ കയറണം. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമില്ലാത്തത് ആർക്കോ വെച്ച് കഴിഞ്ഞാൽ KSRTCക്ക് മാത്രമാണ്. എങ്ങനെ നമ്മളൊക്കെ ജീവിക്കരുതെന്ന് അറിയാത്തത്? എവിടേക്കാണ് എന്താ പറയുക, എങ്ങനെയാണ് ഇതിനോട് ഉപമിക്കുക എന്നറിയില്ല. ഞാൻ എന്നെക്കാട്ടിലും വേഗത്തിൽ പോകണമെന്നാണ് ഓരോ ആൾക്കാരും ചിന്തിക്കണത്. അതായത് ഇപ്പം ഞാൻ കുറച്ചും കൂടി 20-ൽ പോവാണെന്ന് കരുതാം. അപ്പോൾ എൻ്റെ ബാക്കിൽ വരുന്ന ആൾ 25-ൽ പോകാൻ നോക്കും. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും.
അത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും. അങ്ങനെ അതിനൊരു തുമ്പും കിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാലേ കേസ് അന്വേഷിക്കാൻ CBI-യോ വിജിലൻസോ പോരാ. കാരണം ഇതൊക്കെ സർക്കാരിൻ്റെ ആൾക്കാരാണ്. CBI എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെയാണ്, വിജിലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെയാണ്. അപ്പോൾ ഇത് രണ്ട് ആൾക്കാർക്കും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ശബരിമല തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പുതിയ 2-3 ആൾക്കാരെ ഇറക്കേണ്ടി വരും, ജമ്പനും തുമ്പനും. എന്നാൽ കേസ് പെട്ടെന്ന് തെളിയും. ഒരാൾക്കും അതായത് 1 മിനിറ്റ് അല്ല 1 സെക്കൻഡ് നിൽക്കാൻ വയ്യ കേട്ടോ. നമ്മൾ കാണുന്നതന്നെയാണ് ഇത്. പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സങ്കടം കൊണ്ടോ വിഷമം കൊണ്ടോ ഒന്നുമല്ല, പക്ഷേ ആർക്കും നിൽക്കാൻ വയ്യാന്ന്. ഒരാൾക്ക് പോലും നിന്ന് കൊടുക്കാൻ വയ്യ. അതായത് ഈ റോഡിൽ ആകെ ചിലപ്പോൾ 1 സെക്കൻഡോ 2 സെക്കൻഡോ, ഇവിടെ 5 സെക്കൻഡിൻ്റെ ഉള്ളിലാണ് യാത്രക്കാർ പാസ് ചെയ്യണത് റോഡിലൂടെ. അപ്പോൾ ഇതൊന്ന് ഒന്ന് നിർത്തി കൊടുക്കാനുള്ള മനസാക്ഷി ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഡ്രൈവിംഗ് പരിഷ്കാരം. ഇതൊക്കെയാണ് ഗണേഷ് കുമാർ അറിയേണ്ടത്. അല്ലാതെ AC കാറിലിരുന്നിട്ട് നിങ്ങൾ പോയതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ KSRTC ബസ്സുകൾ ഉദ്ഘാടനത്തിന് വരുത്തിച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് വാർത്താക്കാരെ മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം നിങ്ങൾ. അതല്ലേ ഏറ്റവും നല്ലൊരു മന്ത്രി. അപ്പോഴല്ലേ ജനങ്ങൾ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുക. നിങ്ങൾ സ്വന്തം വാഹനത്തിൽ നിന്ന്, സർക്കാർ വാഹനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ട് ഇതേപോലെ ബസ്സിലൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ട് അല്ല ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് കാണിച്ചു കൊടുത്ത്, അപ്പോഴല്ലേ ജനങ്ങൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം താങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ അതായിരിക്കണം ഒരു മന്ത്രി. പിന്നെ സീബ്ര ലൈനിൽ എങ്ങനെയാണ് സീബ്ര ലൈനിൽ വാഹനങ്ങൾ നിർത്തേണ്ടതെന്നും കൂടി അറിയില്ല. അപ്പം നമ്മൾ വലിയ നിയമവശം പറയുന്ന ആളല്ല. എന്നിരുന്നാലും പറയേണ്ടത് നമ്മൾ പറയുന്നേ വേണം. ഇപ്പോൾ KSRTC കൊല്ലാനാണ് വരുന്നത്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ KSRTC തടിച്ചു കഴിഞ്ഞാൽ പിന്നെ KSRTC ഡ്രൈവർ എന്തായാലും ഞാൻ എത്ര ദിവസം ഇരുന്നോ അതേപോലെ ആ ഡ്രൈവർ ഇരിക്കേണ്ടി വരും. അവന് ഡ്രൈവിങ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും, ഉറപ്പായിട്ട് ഞാൻ പറയാം. പിന്നെ പൊതുജനങ്ങൾക്ക് എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം എന്നുള്ള ക്ലാസ് എടുത്തു കൊടുത്തിട്ടും കാര്യമില്ല. എങ്ങനെ റോഡിൻ്റെ മര്യാദകൾ അവരും പാലിക്കണം. ഡ്രൈവർമാർ മാത്രമല്ലേ, നമുക്ക് എല്ലാ വശങ്ങളും അറിയണം. അപ്പോഴല്ലേ നമുക്ക് ഒരു എന്താ പറയുക ഒരു സുഖം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാ നിയമങ്ങളും നമ്മൾ പഠിക്കണം. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ കാര്യം പറയാം. പെട്ടെന്ന് തന്നെ നമ്മൾ കുഴഞ്ഞു വീണ് എവിടെ വെച്ചിട്ടാണോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും കൂടിയാണ് ഇപ്പോഴത്തെ കാലത്ത്. ഭക്ഷണ രീതി, എക്സസൈസ് കാര്യമായിട്ടില്ല. പെട്ടെന്ന് ഒരാൾക്ക് ഒരു അറ്റാക്ക് വന്നു, നമ്മൾ എങ്ങനെ പ്രതികരിക്കും? നമ്മൾ പ്രതികരിക്കേണ്ട രീതി ഇപ്പോൾ എന്താ അറിയോ? മൊബൈൽ എടുക്കും, വീഡിയോ എടുക്കും. അല്ലാതെ അതെങ്ങനെ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് ചെയ്യില്ല. എന്നാൽ പുറത്തുള്ള രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ അത് പെട്ടെന്ന് തീരും. പക്ഷേ നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ.
എന്തോ നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ പുതിയൊരു വിശേഷങ്ങളായിട്ട് വരും. കാറുകാരനെ ഞാനിപ്പോൾ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ട്രാഫിക്കിൻ്റെ റൂൾസുകൾ പരമാവധി മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇടത് വസ്തുക്കൾ നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്. അത് ഭയങ്കര തെറ്റാണത്. തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആദ്യം നമുക്ക് വരുന്നത് പൂരത്തെറിയാണ്. അതാണോ ഒരു പെണ്ണ് പോകുന്നുണ്ടോ, ഗ്ലാസ് ഓള് മാനത്തേക്കാണ് ഗ്ലാസ് തന്നെ വെച്ചിട്ട്. അത് അവിടുന്ന് വല്ല വണ്ടി പെട്ടെന്ന് ഒരു വണ്ടിയും വരില്ല എന്നുള്ള രീതിയിലാവും ശരിക്ക് ഏതൊരു വണ്ടിയും വരിക. പക്ഷെ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ പറഞ്ഞ് കൊടുത്തിട്ടും തന്നെയല്ലേ നമ്മുടെ വീഡിയോ ആരും കാണാത്തത്. അന്വേഷണം പോറ്റി പറയുന്നു കൊണ്ടുപോയത് ചെമ്പാണ് എന്നുള്ളത്, മറിച്ച് സ്വർണ്ണമാണ് എന്നുള്ളത് പറയുന്നു. 4 കിലോ കുറഞ്ഞെന്ന് പറയുമ്പോൾ കിലോ 4 അല്ല, കോടികൾ എത്രയാണ് അവിടെ കുറഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടോ? ഉത്തരവുണ്ടോ സർക്കാരിന്? അതിന് നടപടിയുണ്ടോ? ഇത്ര ലാഘവത്തോടെ, അതീവ ലാഘവത്തോടെ ഇത് ചെയ്യാൻ ആളെ വിടുന്നതും ഈ മോഷണത്തിന് സാഹചര്യം ഒരുക്കുന്നതൊക്കെ ആരുടെ അറിവില്ലാതെയും നടക്കുന്ന കാര്യമല്ല. ഇത് അറിഞ്ഞുകൊണ്ട് നടന്നതാണ്. ചെമ്പാണെന്ന് പറയുന്ന ആളുകൾ നേരത്തെ വിജയമല്യാന്ന് തോന്നുന്നു നേരത്തെ ഇത് സ്വർണം പൂശിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ പൂശിയ സ്വർണത്തിന് എന്തു പറ്റി? അവിടെയുള്ള കമ്പനി പറയുന്നു ഞങ്ങൾ സ്വർണത്തുമ്മ വീണ്ടും സ്വർണം പൂശാറില്ല എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുന്നു എന്ന് വാർത്തകൾ വരുന്നു. അപ്പൊ അവിടെ ചെന്നത് ചെമ്പാണോ? ഇവിടുന്ന് എടുക്കുമ്പോഴുള്ള സ്വർണം അവിടെ എത്തുമ്പോൾ ചെമ്പായതാണോ? ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല. ഈ ഉത്തരങ്ങൾ ഇനി കണ്ടെത്തണമെങ്കിൽ ദേവസ്വം വിജിലൻസും ദേവസ്വം ബോർഡിന്റെ അന്വേഷണമൊന്നും കൊണ്ട് നടക്കില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയെ ഉൾപ്പെടെ മാറ്റി നിർത്തി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടക്കാതെ ഈ കാര്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ളത് തീർച്ചയാണ്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇപ്പൊ വ്യക്തമായി, അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് തോൽവി മൂലം അല്ലെങ്കിൽ വന്നേക്കാവുന്ന തോൽവി മൂലം വെപ്രാളം മാത്രമല്ല. ഈ സംഭവങ്ങൾ പുറത്തു വരുമെന്നുള്ള വെപ്രാളം കൊണ്ട് ഉണ്ടായ അടിയന്തര സ്നേഹമാണ് ആ സംഗമത്തിനുണ്ടായത്. അതൊരു എമർജൻസി സിറ്റുവേഷനായിട്ട് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം പറഞ്ഞതിൽ നിന്നും എടുത്ത നിലപാടിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾക്ക് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഗമം നടത്താൻ തോന്നിയത് അതൊരു അടിയന്തര സാഹചര്യമായിരുന്നുള്ളവർ തിരിച്ചറിഞ്ഞിട്ടാണ്. അപ്പൊ ഇത് അറിയുന്നവർ ദേവസ്വം ബോർഡിലുണ്ട്, അതിന്റെ തലപ്പത്തുണ്ട്. ഇത് അറിയുന്നവർ ഗവൺമെന്റിലുമുണ്ട്, മന്ത്രിസഭയിലുമുണ്ട്. ഇല്ലാതെ ഇത് നടക്കില്ല. ആ ഉത്തരവാദികളെ കണ്ടെത്തണമെങ്കിൽ ഇതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തയ്യാറാവണം. സംഗമം നടത്തി കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ തട്ടിപ്പുകളെ മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളത് ഗവൺമെന്റും ബന്ധപ്പെട്ട ആളുകളും തിരിച്ചറിയണം. ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കടക്കുകയാണ്, UDF കടക്കുകയാണ്. 9-ാം തീയതി അവിടെ വലിയ പ്രതിഷേധ സംഗമം, ശ്രീ KC വേണുഗോപാൽ MP ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധ സംഗമം ഇന്നലെ അവിടെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിലുള്ള പ്രതിഷേധങ്ങളും ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്തും. ഇന്നലെ KPC പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ കള്ളൻ കപ്പലിൽ തന്നെയാണ്, അത് സർക്കാരിലും ദേവസ്വം ബോർഡിലുമാണെന്നുള്ളത് വ്യക്തമാണ്.